തീരെ ജാമായിന്ന് തോന്നുന്നു. പടച്ചോനെ, ഇന്ന് നമ്മളെ പൂരക്കച്ചവടം ജാമായത് തന്നെ. അല്ല, നമ്മൾ ഇതിനകത്തിരുന്ന് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന എന്തിനാ? പുറത്താവുമ്പോ നല്ല മലങ്കാറ്റുണ്ട്. ശരിയാണ്. അല്ല, ഏതായാലും ചായയും വെള്ളം കിട്ടുന്നിടത്ത് പിന്നെ കീറി ജാമായത് നന്നായി. പോയി നോക്ക. സാറ് വരുന്നില്ലേ? വാസാറ് നമുക്കൊരു ചായ കുടിക്കാം. വല്യമ്മാമ ഇറങ്ങുന്നില്ലേ? ജീപ്പ് ശരിയാവും, കുറച്ച് നേരം പിടിക്കും. ഓരോ ചായ കുടിച്ചിട്ട് വരാം. വേണ്ട, അപ്പക്കുട്ടനാര് കുടിച്ചോളൂ. തമ്പുരാട്ടിക്ക് ചായ വേണോ? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. നല്ല തണുപ്പ്. ഇതൊന്നല്ല തണുപ്പ്. സാറ് ഇവിടെ നടാനെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടുപരിചയല്ലോ. എന്റെ പേര് ശിവൻകുട്ടി എന്നാ. ആ, ഞാനിവിടെ ചെറുവണ്ണൂർ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. ദേ 3 ചായ. ആ, അല്ല നാരുട്ടെ, ആ ജീപ്പിലിരിക്കുന്ന ചേപ്പാട്ടൂരെ തിരുമേനിയല്ലേ? അതെ. തിരുമേനി നാരുട്ടായിട്ട് എന്താ ബന്ധം? അത് പറഞ്ഞ ജീപ്പിൽ തിരുമേനിയുടെ കൂടെ ഇരിക്കണ മൂപ്പരുടെ അനന്തരവളുടെ ആ, മരിച്ചുപോയ ഭർത്താവിന്റെ ഇല്ലത്തെ കാര്യസ്ഥന്റെ വകയിലൊരു മോനാ ഞാൻ. പടച്ചമ്പുരാനെ, വകയിലൊരു മോനോ? അമ്മയുടെ 2ാം കെട്ടുകാരനെ പിന്നെ സ്വന്തം അച്ഛനെന്ന് പറയാൻ പറ്റുമോ? ചായ. ആ, ആ കുട്ടിയുടെ കെട്ടിയോ മരിച്ചു ഏതാണല്ലേ? ആ, വെറുതെ അല്ല ആ കുട്ടി ഇങ്ങനെ ജീപ്പിൽ ബേജാറായിട്ട് ഇരിക്കണേ. ആട്ട് എന്തായിരുന്നു ദീനം? വിവരമില്ലായ്മ. പേരക്കുട്ടിയാകാൻ പ്രായമുള്ള കുട്ടിയെ വിവാഹം കഴിച്ചാൽ അതെത്ര ജന്മിയാണെങ്കിലും അതിന് വിവരമില്ലായ്മ എന്നല്ലേ പറയാൻ പറ്റൂ. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കിളവിന് കെട്ടിച്ചു കൊടുത്താൽ വീട്ടുകാർക്കും വിവരമില്ലേ? കുട്ടിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് തിരുമേനിയുടെ നിന്ന് കടം വാങ്ങിയ പണത്തിന്റെ പലിശയും പലിശയുടെ പലിശയും കൂടെ കൂട്ടിയപ്പോ ഇല്ലം തീരെഴുതി കൊടുത്താലും കടം തീരാത്ത അവസ്ഥ വന്നു. അപ്പൊ ജന്മി തിരുമേനി ഒരു വിധി അങ്ങോട്ട് വിസ്തരിച്ചു. ഒന്നുകിൽ ഈ കുട്ടിയെ മംഗലം കഴിച്ചു തരിക, അല്ലെങ്കിൽ ഇല്ലം തീരെഴുതി തരിക. 2 അനിയത്തി കുട്ടികളെയും വല്യമ്മാമയും പെരുവഴിയിൽ ഇറക്കാതിരിക്കാൻ വേണ്ടി ആ തിരുമേനിയുടെ ഭാര്യയാകാൻ ഇവരങ്ങ് തീരുമാനിച്ചു. ഒരു ത്യാഗം. ഓ കഷ്ടം. ആട്ടെ, കിളവിന് ഈ ബന്ധത്തിൽ കുട്ടികളുണ്ടോ? 80 വയസ്സുകാരനായ കിഴവന് കുട്ടികളോ? ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങനെ കൊണ്ട് അതൊന്നും പറയാണ്ടിരിക്കുക ഭേദം. ചുരുക്കി പറഞ്ഞാൽ ഒന്നും നടന്നില്ല എന്നർത്ഥം. ഇല്ലത്തുനിന്ന് പോയതുപോലെ തന്നെ തിരിച്ചു പോന്നു. സാറ് ഇവിടെ ആദ്യമായിട്ടാന്നല്ലേ പറഞ്ഞത്? അതെ. ജീപ്പ് റെഡി. ആ, അപ്പോളേ നമ്മള് ചായന്റെ ദിവസം നാരൂറ്റി എടുത്തേ. അല്ലേ, ഇത്രയും കഥ ഓസിന് കേട്ടത് പോലെ ഇനി ചായയുടെ കാശും കൂടെ കൊടുക്കണോ? ഞാൻ കൊടുത്തോളാം. ചെറുവണ്ണൂർ എത്തി. ആ, സാറിന്റെ ബാഗ്. വരട്ടെ സാർ. ആ ചായക്കട ചോദിച്ചാൽ മതി ഓഫീസ് എവിടെ എന്ന് പറഞ്ഞു തരും. സാറേ, പൂരക്കച്ചവടം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ കാണാം കേട്ടോ. ശരി. ഇവിടെ ആരും ഇല്ലേ? അല്ല, നമ്മൾ എവിടെ നിന്നാണാവോ? കുറച്ച് തെക്കുന്ന. ഓ, ഇവിടുത്തെ അഗ്രികൾച്ചറൽ ഓഫീസിൽ മാറി വന്ന ഓഫീസറാ. ശങ്കരേട്ടാ, വാ സാറേ. ശങ്കരേട്ടാ, ദേ ഇവിടെ പുതുതായിട്ട് വന്ന കൃഷി ഓഫീസറാ. നമസ്കാരം. നമസ്കാരം. എവിടെയാ ഓഫീസ്? ഇവിടെ തൊട്ടടുത്താ. ടോമി, ഒന്ന് എഴുന്നേറ്റടാ. എഴുന്നേക്കാൻ ഞാൻ ഇവനെ കൂട്ടി വിടാം. സാറ് വല്ലതും കഴിച്ചാണോ? ഇല്ല. ഇത് കഴിച്ച ഒന്ന് ചുമ്മാ ഇട്ടോ. വാ, സാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഒരു പൊടി അനച്ചെടുത്തേ. ആ, പൂരം മുറിയെന്ന് തോന്നണോ? ഇവിടുത്തെ ആദിവാസി കോവിലെ പൂരാ.
സ്വത്തിന് വേണ്ടി തിരുമേനിയുടെ തമ്പുരാട്ടിമാര് കൊടുത്ത കേസില് നാളെ കഴിഞ്ഞ് മധ്യസ്ഥതയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എല്ലാവരെയും വക്കീൽ ഓഫീസില്. എന്താച്ചാലും ഇവിടെ നിന്ന് ആരും പോണില്ല. ഇനി അവരുടെ സ്വത്ത് അനുഭവിക്കാൻ ഉത്തരയ്ക്കും അവളുടെ ഇളയ 2 കുട്ടികൾക്കും തീരെ താല്പര്യമില്ല എന്ന് കൂട്ടിക്കോളൂ. എന്ത് വർത്തമാനോ വലിയമ്മ പറയണത്? കിട്ടാനുള്ള മുതല് കണക്ക് പറഞ്ഞു തന്നെ വാങ്ങണം. അല്ല, എന്ത് തന്നാലാ ഇതിന് പകരാവുക? ഉത്തരേടത്തിന്റെ ജന്മമല്ലേ ആ കിഴവൻ തുലച്ചത്. എന്താ കുട്ടി ഇത്? ഭരിച്ചവരെ പറ്റി ദുഷിച്ചു പറയാ? അവളുടെ തലയിൽ ഈശ്വരൻ അങ്ങനെ ഒരു അനുഭവം വരച്ചിരിക്കണേ. അതിനിപ്പോ എന്താ ചെയ്യാ? അന്ന് ആ മംഗലം വേണ്ടെന്ന് എല്ലാരും എത്ര പറഞ്ഞതാ. ആ കുട്ടി സോമനസാ സമ്മതം മൂളി. അല്ലെന്നുണ്ടോ? ആ 90 കിഴവനെ കണ്ട് മോഹിച്ചു തന്നെയാ ഉത്തരേടത്ത് ഈ കല്യാണത്തിന് സമ്മതിച്ചതാണോ വല്യമ്മ കരുതിയിരിക്കണേ? ഇല്ലം വിറ്റ് നമുക്ക് 4 ആൾക്കും അന്നേ പെരുവഴിയിലോട്ട് ഇറങ്ങിയിരുന്നില്ലേ? ഇതിലും ഭേദം അതായിരുന്നു. ഒട്ടും വായിച്ച് മാലയമള ഊരി ഉത്തരേടത്തി പടി കയറി എന്ന് കണ്ടപ്പോ ഞങ്ങക്ക് ഇല്ലത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും വല്യമ്മയ്ക്ക് ആ പഴയ ചേപ്പാട്ടുകാരുടെ ദുരഭിമാനം കൈവിടാൻ പറ്റില്ല. അന്നില്ലം വിറ്റ് കടം വീട്ടാൻ കൂട്ടാക്കഞ്ഞതും ഈ സ്വഭാവം കൊണ്ട് തന്നെയല്ലേ? ഗിരിജേ, കുട്ടി ഇങ്ങോട്ട് വരിക. എന്താ വല്യമ്മ ഇത്? ഞങ്ങൾ വല്യമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനും വഴക്കൂടാനും വല്യമ്മയല്ലേ ഉള്ളൂ. അതുകൊണ്ടാ കുട്ടി പറഞ്ഞത് സത്യ. ദുരഭിമാനം. കുട്ടി എന്തുമാതിരി വർത്താനായി പറയണത്? പുറമേക്കാരൻ ഒരാള് തളത്തിലുണ്ടെന്നുള്ള കാര്യം പോലും ഓർക്കാണ്ട്. തളർത്തിയിരിക്കുന്ന പുറമേക്കാരന് അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ? ഞാനൊന്നും കരുതിക്കുട്ടി പറഞ്ഞല്ല എടുത്തി. എടുത്തിന്റെ മട്ടും പോകാൻ കണ്ടപ്പോ ഞങ്ങക്ക് സഹിക്കണില്ല. എനിക്ക് എന്ത് പെണഞ്ഞു എന്നാ കുട്ടി പറയണത്? എനിക്ക് നിങ്ങള് അനിയത്തി കുട്ടികളുടെ കൂടെ ഇവിടെ കഴിയണേലും സന്തോഷം വേറെ എവിടെയെങ്കിലും കിട്ടും. കുട്ടി കരയാണ്ട് ഊണെടുത്ത് വെക്കാൻ നോക്ക്. അല്ല, സാറിന്റെ വീട് ഈ പായിപ്പാട്ട് അമ്പലത്തിനടുത്താണോ? അടുത്തെന്ന് പറഞ്ഞ 1 കിലോമീറ്റർ ഉണ്ടാവും വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. ഞാൻ ആ അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അത് പറഞ്ഞില്ലല്ലോ, ഞാനൊരു തബലിസ്റ്റാ. ആ, നാട്ടിൽ വെണ്ണിക്കുളം സിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു കഥാപ്രസംഗ പാർട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നു. ആ സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്ററാണ് എന്റെ ഭാര്യ. ഓ, കഥാപ്രസംഗം പറഞ്ഞ് അവൾ എന്നോട് ഒറ്റയ്ക്ക് കഥ പറയാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ അവളെയും കൊണ്ട് നാട് വിടേണ്ടി വന്നു. ശങ്കരേട്ടാ, ഞാനാ പാപ്പച്ചി. ടോമി, ആ കഥവും തുറന്നു കൊടുക്ക്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരാളില്ലേ, ഡയറി പാപ്പച്ചി. ഉറങ്ങുമ്പോഴും പുള്ളിയുടെ കക്ഷത്തിൽ ഒരു ഡയറി ഉണ്ടാവും. അതുകൊണ്ട് നാട്ടുകാരെ അങ്ങനെയാ വിളിക്കുന്നേ. അതെ. ഓ പാപ്പച്ചി, താൻ വന്നോ തിരക്കിയ ആളില്ലേ? വന്നിരിക്കണു. അഗ്രികൾച്ചർ ഓഫീസറാണ് അല്ലേ? അതെ, ഞാൻ ശിവൻകുട്ടി. ഞാൻ ഡയറി പാപ്പച്ചി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. പാപ്പച്ചി, ഇദ്ദേഹത്തിന് താമസിക്കാൻ നല്ല അന്തസ്സുള്ളൊരു ഇടം വേണം. അതൊക്കെ ഞാൻ ഏറ്റന്നെ. അതെ, താമസക്കാര്യത്തെ കുറിച്ച് നമുക്ക് കാലത്ത് സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ തിരക്കിലാണ്. തൽക്കാലം സാർ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇന്നത്തേക്ക്. അതെ, എനിക്കൊരു 6 പരിപ്പൂടെ പാഴ്സൽ ചെയ്ത് തന്നെ. ഇനി വന്നേ കയ്യെന്ന് വിട്, ഞാൻ തരാം. ശങ്കരേട്ടാ, ഇതങ്ങ് അക്കൗണ്ടിൽ എഴുതിക്കോ. പാപ്പച്ചി കുറച്ച് ബ്ലേഡാ. ഇവൻ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. അതാ കണ്ടപ്പോ മുങ്ങിയത്. നാളെ കാലത്ത് മുതലും പലിശയും കൊടുത്തില്ലെങ്കിലേ അവൻ എന്റെ കട പൊക്കൂന്ന് പറഞ്ഞിരിക്കുക. അതിനു മുമ്പ് അവനെ ഞാൻ പൊക്കും. സാറിന് വല്ലതും പിടികിട്ടിയോ? എടാ, ആ കഥ കടച്ചേക്ക്. ഇവിടെ നരിമടയ്ക്കപ്പുറത്തൊരു ഉരുപ്പടിയുണ്ട്, അടിവാര ഓമന. അവളുടെ ഇപ്പോഴത്തെ മൂവന്തി സേവക്കാരൻ ഈ പാപ്പച്ചിയാണ്. പരിപ്പുടെ പോയിരിക്കണ അങ്ങോട്ടാ. അത് അവന്റെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുത്തരം ഇവിടുന്ന് പാഞ്ഞത്. ഭഗവാനെ, ഇന്ന് എന്തൊക്കെ പുകിലാണ് നടക്കാൻ പോണേ, കണ്ടറിയണം. കുഞ്ഞോമാച്ചോ, ആരാടാ? അയ്യോ, ഞാനാ തങ്കപ്പൻ. എന്താടാ? ഞാൻ ഇന്നാള് പറഞ്ഞു, പച്ചായം പറഞ്ഞില്ലേ ഞാൻ പരദോഷം പറയാണെന്ന്. നിങ്ങളുടെ മോളെ കെട്ടിയവനുണ്ടല്ലോ, ആ പാപ്പച്ചി, അവനേ ശങ്കരൻ നായരുടെ കടയിൽ നിന്ന് 6 പരിപ്പോടെ മേടിച്ച് അടിവാര ഓമനയുടെ വീട്ടിലോട്ട് പോയിരിക്കുക. നീ ചുമ്മാ ഭ്രാന്ത് പറയാടാ. അവന്റെ ഇവിടെ കിടന്ന് ഉറങ്ങുക. ഞാൻ കണ്ടതല്ലേ. പിന്നെ എടി അമ്മണിയെ, കെട്ടിയെ കൊണ്ടൊന്ന് വിളിച്ചേ. ഇച്ചായ നല്ല ഉറക്കോ ചാച്ചാ? ഇച്ചായ എടി മോളെ, നീ അവനെ വിളിക്കണ്ട. അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ അകപ്പ, നീ ഒന്ന് പോകാൻ നോക്കി. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. ഞാനങ്ങനെ പോയാൽ ശരിയാവില്ല.
പാപ്പച്ചി പാപ്പച്ചി ഉം. ശ്ശെ, എന്താ പാപ്പച്ചി ഡാ ഇവൻ എന്റെ ഈശോയെ ഇന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കാമെന്ന് മാഷ് ചോദിച്ചു ആ. ഭർത്താവിന്റെ പേരെന്താണെന്ന്. എന്നിട്ട് നീ ആരുടെ പേര് പറഞ്ഞു? പാപ്പിച്ചാണ്ട് ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചെയ്തു തരുന്ന ഉപകാരമൊന്നും പോരെ. നിനക്ക് നിന്റെ മറ്റേ മക്കൾക്ക് ഞാൻ ചെലവിന് തരുന്നില്ലേ? ഇനി റേഷൻ കാർഡിൽ കൂടെ പേര് കയറ്റിയാലേ നിനക്ക് തൃപ്തിയാവത്തുള്ളൂ. നീ സമയം കളയാതെ പരിപൂട എനിക്ക് വേണ്ട നിങ്ങളുടെ വടയും കടിയൊന്നും. എന്നും ഒരു 5-6 പരിപ്പോടിയായിട്ട് ഇനി ഉഴുന്നുവടയായിട്ട് വരാം. നിങ്ങളുടെ മറ്റോ കൊണ്ടേ കൊടുക്കും ഉഴുതുവട. പാമ്പല്ല 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 ഓന്ത്. എന്റെ ഓമനെ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നാട്ടുകാരും പള്ളിക്കാരും അറിയാൻ ഞാൻ മിന്നു കെട്ടിയത് അമ്മണിയാണെങ്കിലും എന്റെ ഭാര്യാസ്ഥാനം നിനക്കാ. നീയാണ് എന്റെ യഥാർത്ഥ ഭാര്യ. ആ പിള്ളേര് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പാപ്പച്ചി കൈ വിടാ മോനെ. കർത്താവേ, അമ്മായി അച്ഛൻ. അതിനെന്താ? അതിനെന്താന്നോ മാറടി, നാളെ വരാം. ചവിട്ടി പൊളിക്കും ഞാൻ. ആന ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റേനാണോ? എന്നാ പിന്നെ നല്ല പുകില. 1-2 ആളെ തട്ടിട്ടേ പോവൂ. എപ്പോഴും ഇങ്ങനെ ആന ഇറങ്ങാറുണ്ടോ? ചെലപ്പൊക്കെ. ഇത് ആരുടേതായി ചാക്കുകെട്ടുകള്? തൊമ്മിച്ചായന്റെ അവരുടെ കെട്ടിടം. മുറികളെല്ലാം ഓഫീസിന്റെ റെക്കോർഡ്സില്. കൊയ്ത്തായതൊന്നും അല്ല. നെല്ല് മെതിക്കലും ഉണക്കലും കള്ളുകുടിയും ഒക്കെ ഇവിടെയാ. തൊമ്മിച്ചായൻ കോട്ടയംകാരനാ, ഇങ്ങോട്ട് കുടിയേറിയതാ. ടോമിയുടെ നാട് എവിടെയാ? പാലായിൽ ജനിച്ചെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് 5 വയസ്സുള്ളപ്പോ അപ്പൻ അമ്മച്ചിയും പെങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ എടുത്തോണ്ടേക്കും പോന്നു. നാട്ടിൽ അപ്പൻ റബ്ബർ വെട്ടിയിരുന്ന തോട്ടത്തിലെ മുതലാളിയും അമ്മച്ചിയായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അപ്പനെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പന്റെ തെറ്റിദ്ധാരണ മാറിയത്. എന്നെയും കൂട്ടിക്കൊണ്ട് പലവട്ടം അമ്മച്ചിയും പെങ്ങളെ അന്വേഷിച്ച് പലയിടത്തും പോയി. ഒരു വിവരം കിട്ടിയില്ല. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മച്ചിയെ കണ്ടുപിടിച്ച് അപ്പനോട് മാപ്പാക്കണേന്ന് പറയണമെന്ന്. അപ്പന്റെ മരണശേഷം ഞാൻ അവരെ അന്വേഷിച്ചു പോയി. അരുവിത്തറ പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങളുടെ കൂട്ടർ മുഴുവൻ വരും. അവിടെ പ്രായം ചെന്ന തള്ളമാരോടും കന്യാസ്ത്രീമാരോടും എൻ്റെ അമ്മച്ചിയാണോ പെങ്ങളാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു നടക്കും. ചിലരൊക്കെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. എന്നാലും അന്വേഷണം നിർത്തിയിട്ടില്ല. അടുത്ത വർഷം ഞാൻ പോകുന്നുണ്ട്. സാറേ, നമുക്ക് പൂരപ്പറമ്പിലോട്ട് പോവാം. ഇന്ന് ഏതായാലും ഇവിടെ കിടന്നാലും പൂര. വാ പോവാം.